ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കണ്ടതിൽ വെച്ച് കാണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയും നാണമില്ലായ്മയിൽ ആരെയും ലജ്ജിപ്പിക്കുന്ന ഒരു രീതിയുമുള്ള ഒരാളാണ് നമ്മുടെ കോങ്കണ്ണൻ ഫിനോയ് രമേശൻ. നിങ്ങൾ വിചാരിക്കരുത് കോങ്കണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കോങ്കണ്ണുള്ളവരെ ഒക്കെ ആക്ഷേപിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഞാനത് പറയാൻ എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്, ഞാനത് പറയാം. അപ്പൊ ഇദ്ദേഹം അപാരമായ തൊലിക്കെട്ടിക്കുടമയാണ്. അതായത് അയാൾ വിചാരിക്കുന്നത് അയാൾ ലോകസുന്ദരനാണ്, അയാളെ പോലെ കുറ്റമറ്റ രൂപത്തിൽ അന്യൂനമായി സൃഷ്ടിക്കപ്പെട്ട ഒരു ജീവിയും അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ വേറെയില്ല. അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിച്ച് പാടുന്ന ഒരാളാണല്ലോ. അപ്പൊ അദ്ദേഹം ലോകസുന്ദരനാണ്. അതോടൊപ്പം ബുദ്ധിയിലാണെങ്കിലോ സാമർഥ്യത്തിലാണെങ്കിലോ വിവേകത്തിലും വിദ്യാഭ്യാസത്തിലും വിവരത്തിലും എന്നു വേണ്ട സകലമാന ചണ്ടി പണ്ടാരങ്ങളിലും അദ്ദേഹത്തെ പോലെ നിപുണനായ ഒരു വ്യക്തി വേറെയില്ല. എല്ലാരെയും കളിയാക്കും. സകല ആൾക്കാർ ഒരു പെണ്ണിനെ നോക്കിയാൽ ആദ്യം ആ പെണ്ണിന്റെ വായ എത്ര നീളമുണ്ട്, എത്ര വീതിയുണ്ട് എന്ന് നോക്കും. എന്നിട്ട് ഈ വായ കൊണ്ട് എന്താണ് ഇവര് ചെയ്യുന്നത്, സംഘികളുടെ അത് താങ്ങലല്ലേ, ഇത് താങ്ങലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും. ഇപ്പോ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ കിട്ടുന്ന ഒരു സന്ദർഭവും കക്ഷി വേസ്റ്റ് ആക്കത്തില്ല. ഇപ്പോ നമ്മുടെ അനിത പുല്ലേ, നമുക്കറിയാം, നമ്മുടെ മോൺസൺ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് അവരുള്ളത്. അപ്പൊ അവരെയും വായ ഭയങ്കര നീളമുണ്ട്, വീതിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നെ കുറിച്ചിട്ട് ഒരിക്കലേ പറഞ്ഞുള്ളൂ, നിന്റെ വായിക്ക് നല്ല നീളമുണ്ടല്ലോ, വീതി ഉണ്ടല്ലോ. കാരണം കക്ഷി വാപ്പണി ചെയ്യുന്ന ആളാണ്, കക്ഷി അങ്ങനെ പോകുന്ന ആളാണ്. അതുകൊണ്ട് അയാളെ കുറിച്ചിട്ട് അയാൾക്ക് തന്നെ അറിയാം. അയാളുടെ വായ കൊണ്ട് അദ്ദേഹം മുസ്ലിങ്ങൾക്ക്, പിന്നെ നമുക്കറിയാം മുസ്ലിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പ്രയോഗം ഏതാണ് എന്ന് ഏതാണ്ട് നമുക്ക് ഈ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ കേട്ടിടത്തോളം നമുക്കറിയാം. അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പയ്യന്മാരെയും പുരുഷന്മാരെയും ഒക്കെ തന്നെയാണ്. അപ്പൊ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരാളാണ് നമ്മുടെ ഫിനോയ് രമേശൻ. അതുകൊണ്ട് തന്നെ ഫിനോയ് രമേശിന് അറിയാം, ഞാൻ എന്റെ വായ കൊണ്ട് ആരെയാണ് സുഖിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഏത് രൂപത്തിലും, പ്രത്യക്ഷമായി ഇങ്ങനെ, പരോക്ഷമായി വേറെ രൂപത്തില്. അതുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും അനാവശ്യങ്ങൾ വിളിച്ചു പറയും, വെടി എന്ന് പറയും. കാരണം ഇദ്ദേഹം വെടിപ്പണിക്ക് പോകുന്ന ആളാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് 100 വട്ടം അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇപ്പൊ അദ്ദേഹവും ഒരു മനുഷ്യനല്ലേ, സ്വാഭാവികം അല്ലേ, അദ്ദേഹത്തിന് വികാര വിചാരങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭിക്ഷാന്തേഹിയാണ്. ഭിക്ഷ എടുത്ത് ജീവിക്കണം. അദ്ദേഹത്തിനാണല്ലോ വലിയ ബെഡ്റൂം വേണം, വലിയ വീട് വേണം, 6 അടി മണ്ണ് വേണം. അതുകൊണ്ട് നിങ്ങളെ സുഖിപ്പിക്കുന്നതിന്റെ പേര് നിങ്ങൾ എനിക്ക് പാരിതോഷികമായി നൽകണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അതിന്റെ പ്രതിഫലം നൽകണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ആരെങ്കിലും പറയോ? അപ്പോ ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ മദ്രസ പൊട്ടന്മാരായതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ വലയിൽ മുട്ടുകുത്തി വീഴുമെന്ന് നന്നായിട്ട് ഇവർക്ക് അറിയാമായിരുന്നു, ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അപ്പൊ ഇയാള് വിചാരിച്ചത് മുട്ടുകുത്തി വീഴുന്ന, പക്ഷെ അവർ ഉച്ചയും കുത്തിയാ വീണത് എന്നുള്ള കാര്യം പിന്നീട് ഇദ്ദേഹത്തിന് മനസ്സിലായി. ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചു. അദ്ദേഹം പിന്നെ ഇസ്ലാമിസ്റ്റുകളെ എങ്ങനെ സുഖിപ്പിക്കാം. ഇപ്പോ മോൻസൺ മാവുങ്കലിനെ നമുക്കറിയാം, ക്രിസ്ത്യനാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് 4 ചീത്ത പറയുമ്പോ അതില് സുഖിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട്. അപ്പൊ ഫണ്ട് ഇദ്ദേഹത്തിന് കൂടുതൽ കിട്ടും. അങ്ങനെ ഇയാള് കുറച്ച് മുറി അറബിയും പഠിച്ചു വെച്ചിട്ട് ഇദ്ദേഹം അത് ഉരുവിട്ടിട്ടാണ് ഇപ്പോ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം അള്ളാഹുവിനെ കുറിച്ചിട്ട് 4 നല്ല വാക്ക് പറഞ്ഞാൽ ഓ സാമി, പിന്നീട് സാമി തന്നെയാണ് ഇവരുടെ ലോകം. അപ്പൊ അങ്ങനെ സാമി സുഖിപ്പിക്കുന്നതിനനുസരിച്ച്, സാമി പിന്നെ പൊക്കുന്നതിനനുസരിച്ച് പൊങ്ങുമെന്ന് നമുക്കും അറിയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് അയാൾ അങ്ങ് പൊങ്ങിക്കൊടുക്കും. അയാൾ ഒരു വെളിവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത നമ്പർ 1 വിവരദോഷിയാ. ഒരു വിഷയങ്ങളെ കുറിച്ചിട്ടും ഒരു അറിവുമില്ല. ഇങ്ങനെ വാദോരാതെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ടെന്നുള്ള രൂപത്തിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു വെക്കുക. അപ്പൊ എന്നെ 1-2 തവണ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല വൃത്തിയായിട്ട് കൊടുത്തു. അപ്പം ഇനി പിന്നീട് എന്നെ പറഞ്ഞു വന്നിട്ടില്ല. ഇനി വന്നാൽ ഞാൻ കുറച്ച് ഉന്നി വെച്ചിട്ടുണ്ട്, ശരിക്കും കൊടുക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്നുകൂടി ഒന്ന് ചൊറിഞ്ഞു വന്നാൽ വേണം എനിക്കൊന്ന് മാന്തി പൊളിക്കാൻ. അപ്പോ അയാൾ കുറച്ച് മുറി അറബിയൊക്കെ പഠിച്ചു വെച്ചിട്ട് അസ്സലാമു അലൈക്കും, അതിൽ ഇപ്പൊ നമ്മുടെ എന്താണ് മാമൂക്കോയ പറഞ്ഞു വിടുമല്ലോ, എന്താണ് അസ്സലാമു അലൈക്കും മാലൈക്കും സലാം, ഇത്രയും പഠിച്ചാൽ മതി, നിങ്ങൾക്ക് അറബി ആയി കഴിഞ്ഞു, നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞിട്ട് മോഹൻലാലിനെയും ശ്രീനിവാസിനെയും ഒക്കെ ഗൾഫിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടല്ലോ. അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഫ്ലാറ്റ് മുട്ടുകാലിലല്ല ഉച്ചയും കുത്തി അവിടെ വീഴും. അപ്പോ ഇയാളുടെ കള്ളത്തരം എങ്ങനെയാണ് എന്നൊന്ന് നോക്കൂ.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം. അല്ലാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിപ്രദിനത്തിന്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ മാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിന് പാത്രമായവരുടെ, വഴിപിഴച്ചവരുടെ, അവരുടെ മാർഗത്തിലേക്കല്ല. ഇത് ഖുർആനിലെ 1-ാം അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയുടെ വചനങ്ങളാണ്. അസ്സലാമു അലൈക്കും. അള്ളാഹുവിന്റെ സമാധാനം, രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ അനുഗ്രഹവും ഒക്കെ നിങ്ങൾക്കുണ്ടാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യനും കരുണാനിധിയും അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവ്വസ്തുതിയും സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് മാത്രമാണ്. അർ-റഹ്മാൻ റഹീം. അള്ളാഹു എത്രയോ കാരുണ്യവാനാണ്. ഓക്കെ, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിനുടമയായ അള്ളാഹു. പിന്നുള്ളതാണ് രസം. ഗൈറുൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. അള്ളാഹുവേ, നീ കോപിച്ചവരുടെയും, നീ കോപിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെയും അതുപോലെ നീ വഴിപിഴപ്പിച്ചവരുടെയും മാർഗത്തിൽ നീ ഞങ്ങളെ ആക്കല്ലേ നാഥ എന്ന് ഇയാൾ കുറി തൊട്ടിരിക്കുക. ഇയാള് കാവി ധരിച്ചിരിക്കുകയാണ്. ഇയാളെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇതിനകത്ത് എന്തെങ്കിലും വേണ്ടേ? എന്താണെന്ന് ഇയാള് ചിന്തിക്കുന്നത് എന്താണ്, പറയുന്നത് എന്താണെന്ന് ഇയാൾ അറിയും. ഇയാളെ കുറിച്ചിട്ടാണ് ഖുർആൻ പറഞ്ഞത് ശപിച്ചവർ, അള്ളാഹു കോപിച്ചവർ. ഈ പൊട്ടനെ കുറിച്ചിട്ടാണ് ഖുർആൻ അത് പറഞ്ഞത്. അത് ഇയാള് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുമ്പോ ഇത് അറിയുന്ന മുസ്ലിങ്ങൾ ഉള്ളിൽ ചിരിക്കും. ആഹാ, പൊട്ടന് മനസ്സിലായിട്ടില്ല, സമാധാനം, അയാൾ ഇനി നമ്മളെ സുഖിപ്പിച്ചോളും, കുഴപ്പമില്ല. കാരണം ഈ പൊട്ടന് മനസ്സിലായിട്ടില്ല എന്നുള്ള കാര്യം ആ പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇയാളെ കുറിച്ചിട്ട് അല്ലാഹുവേ, നീ എന്നെ കോപിച്ചിരിക്കുകയാണ് പഠിച്ചോണ്ട്, നീ എന്റെ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത്. അയ്യോ പൊട്ടൻ, നിങ്ങൾക്ക് മനസ്സിലായതിന്റെ ഹ്യൂമർ. അതായത് ഇയാള് പറയുന്നത് ഇയാളാണ് കോപിക്കപ്പെട്ടവർ, അള്ളാഹു കോപിക്കപ്പെട്ട വഴി പിഴപ്പിച്ച ആൾക്കാർ ഇയാളാണ്. ഇത് ഇയാള് പറയാണ് അവരുടെ മാർഗത്തിൽ എന്നെ ഉൾപ്പെടുത്തരുത്. ആ ചെളിക്കകത്ത് ഇറങ്ങിയാണ് ഇയാൾ ഈ നിൽക്കുന്നത്. അപ്പൊ ഇത് പറയുമ്പോഴേക്ക് മുസ്ലിങ്ങളായിട്ടുള്ള കുറച്ച് വിശ്വാസികൾ ഇയാളെ അങ്ങ് വിശ്വസിക്കും. നല്ല ചാമി ചാമി ചാമി. ഫിനോയിൽ വിറ്റിട്ട്, അംബാസഡറിൽ വിറ്റിട്ട് പോലീസ് പിടിച്ച പോലീസുകാരൻ എന്റെ സുഹൃത്താണ്. അപ്പോ അതിനുശേഷം പിന്നെ വേറെ ഒരു മാർഗവുമില്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ഇസ്ലാമിനെ പുകഴ്ത്തി തുടങ്ങി. ഇനി ഇസ്ലാമിനെ വെറുതെ പുകഴ്ത്താനൊന്നും എനിക്ക് പറ്റില്ലെന്ന് ചാമി. ഫിനോയിൽ രമേശന് തുട്ട് വേണം, തുട്ട്, കാശ്, എന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ തരാം, അതിലേക്ക് ഇട്ടോ. എന്തിന്? ഇസ്ലാമിനെ പുകഴ്ത്തുകയും സംഘികളെ 4 തെറി പറയുകയും ചെയ്യുന്നില്ലേ ഞാൻ? ഇപ്പോതാ ക്രിസംഘികളെ തറഞ്ചും പുറഞ്ചും തെറി പറയുന്നില്ലേ ഞാൻ? അതുകൊണ്ട് എനിക്ക് വേണ്ടത് എന്താണ്? പറയട്ടെ, ഫിനോയിൽ രമേശൻ പറയൂ. എന്റെ 65 വയസ്സ് കൊണ്ട് എനിക്കിപ്പോ ഇത്രയും കാലം ഇതുവരെയും തുറന്നു പറയാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് വെച്ച് തുറന്നു പറയാത്തൊരു കാര്യം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ, നിങ്ങളുടെ വീടിന്റെ ജനാലയ്ക്കും അവിടെ ഇവിടെയും എടുക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ 6 അടി മണ്ണ്, എന്റെ സ്വന്തം 6 അടി മണ്ണ്, 6 അടി മണ്ണിന്റെ ജന്മി എന്ന് പറയില്ലേ, ഞാൻ ചത്തുപോകുമ്പോ എനിക്ക് എന്റെ ഭൂമിയിൽ തന്നെ എനിക്ക് ഒടുങ്ങാൻ കഴിയണം. അതൊരു ചെറിയൊരു ആഗ്രഹം, വലിയൊരു ആഗ്രഹമല്ലെന്ന് എനിക്കറിയാം. നിങ്ങളത് സമ്മതിച്ചു തരും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ കഴിയുന്ന സഹായം അത് ഞാൻ ആഗ്രഹിക്കും. അതായത് ഒരു ബ്രഹ്മചാരിയായ സ്വാമി മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നതിന്റെ പേരിൽ അവരോട് ചോദിക്കുകയാണ്, എനിക്കൊരു വീട് വേണം. അപ്പൊ ഇദ്ദേഹം 6 അടി മണ്ണിൽ ഒരു കൂട് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് കൊട്ടാരം പണിതു കൊടുക്കും ഈ വിശ്വാസികളായ പണച്ചാക്കുകളായ മണ്ടന്മാർ. കാരണം അവരെ സുഖിപ്പിക്കുന്നുണ്ടല്ലോ, അവർക്കത് മതി. ഒരു ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ വലിയ വലിയ ആൾക്കാർ വിമർശിക്കുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെയുള്ള കീടങ്ങൾ ഇസ്ലാമിനെ ഒന്ന് പൊക്കി പറയട്ടെ, അത് തന്നെയാണ് മറ്റവർക്ക് ലോകം. അതുകൊണ്ട് ഇദ്ദേഹത്തെ പൊക്കിക്കൊണ്ട് നടക്കാൻ എത്രയാ വിശ്വാസികൾ. ഇപ്പൊ മനസ്സിലായില്ലേ? ഇദ്ദേഹം മുസ്ലിങ്ങളിൽ നിന്നും പണം പറ്റി അവരുടെ ഔദാര്യം സ്വീകരിച്ചിട്ട് ഇസ്ലാമിനെ ഒന്ന് പൊക്കി പറഞ്ഞുകൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന ഒരു ഫിനോയിലാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എല്ലാരെയും അനാവശ്യങ്ങൾ പറയുക, പുലഭ്യങ്ങൾ പറയുക. വേദം പഠിച്ച ഒരു സന്യാസിയുടെ നാവിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുമോ? ഞാൻ കണ്ടിട്ടുള്ള സന്യാസികളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോ നമ്മുടെ ചിദാനന്ദപുരിയൊക്കെ അതുവഴി പോയി കഴിഞ്ഞാൽ വള്ളിക്കുന്ന് ഇറങ്ങി നമ്മുടെ കലാനാഥ മാഷ്ടർ വീട്ടിലൊക്കെ കയറി പോയി സംസാരിക്കാറുണ്ട്. വലിയ യുക്തിവാദിയല്ലേ? യുക്തിവാദം അറിയപ്പെടുന്നത് തന്നെ കലാനാഥ മാഷ്ടറിന്റെ പേരിലായിരുന്നു ഒരു കാലത്ത്.
അപ്പൊ അദ്ദേഹത്തിന്റെ ഒക്കെ വീട്ടിൽ അങ്ങനത്തെ എളിമത്വവും ലാളിത്യവും എല്ലാ ആൾക്കാരെയും സമചിത്തതയോടുകൂടി കാണുകയും ചെയ്യുന്ന, വേദം പഠിപ്പിച്ചിട്ടുള്ള വേദം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. പക്ഷേ ഇയാളെങ്ങാണ്ട് ചാണകവും എന്താണ് ഇയാളെ കുറിച്ച് പറയുന്നത്, ഏതോ ചന്തേക്കണം എങ്ങാണ്ട് എന്തോ വിടുവായത്തം പഠിച്ചിട്ട് വന്നിട്ട് ഇങ്ങനെ അങ്ങ് വിളിച്ചു കൂവലാണ് എല്ലാരെ കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചിട്ട് എന്ത് പറയാനും ഒരു മടിയില്ല. ഒരിക്കലും എന്നോട് എന്താണ് അൽസേഷൻ ആയിരുന്നു, ഏതോ തെരുവ് പറ്റിയെന്നോ എങ്ങാണ്ടൊക്കെ പറഞ്ഞു. അങ്ങനെ എനിക്കെന്താ കോണം മാറി വന്നിട്ട് ഞാൻ ശരിക്ക് തിരിച്ചങ്ങ് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇയാൾ ഒറ്റയ്ക്ക് എന്നെ ഫൈറ്റ് ചെയ്യാൻ പറ്റാതായപ്പോഴത്തേക്കിന് ഒരു കീലേരും അച്ചുവിനെയും കൂട്ടി വന്നു, വേറൊരു കമ്പിത്തന്ത. തന്തയ്ക്കാണെങ്കിൽ കമ്പിക്കഥയല്ല എന്നൊന്നും പറയാനില്ല, ഒരു കറങ്ങുന്ന കസേരക്കകത്ത് വന്നിട്ട് വളരെ സരസമായ രൂപത്തിൽ കമ്പിക്കഥ വായിക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട, അങ്ങേരെ രാത്രി കമ്പിക്കഥ എഴുതും, ഫിനോയിൽ ഇരുന്ന് വായിച്ച് സുഖിക്കും, എന്നിട്ട് ഫിനോയിൽ അടുത്ത ദിവസം വന്നിട്ട് ഒരു കഥ രൂപത്തിൽ ആൾക്കാർക്ക്, മുസ്ലിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. അപ്പൊ ഇതെല്ലാം ഇവരുടെയൊക്കെ അന്തർധാര സജീവമാണെന്നും ഇവരുടെയൊക്കെ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ എന്തിനാണ് ചാമി എന്ന പേരുമിട്ടിട്ട് ഈ ഫിനോയിൽ തന്ത എന്തിനാണ് മുസ്ലിങ്ങളെ സുഖിപ്പിക്കുന്നത് നിങ്ങൾക്കിപ്പോ മനസ്സിലായില്ലേ? കോടികൾ ഒഴുകുന്നുണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക്. അതുകൊണ്ട് അയാൾക്ക് സുന്ദരമായി ജീവിക്കണം. അയാൾക്ക് ബാക്കി കിട്ടേണ്ടതെല്ലാം രഹസ്യമായിട്ട് അവിടെ കിട്ടുന്നുണ്ട്. കാരണം ഒരു വീടായി കഴിഞ്ഞു, കൂടായി, കട്ടിലായി, മെത്തയായി, ബെഡ്റൂമുകളായി. ഇനി എന്താണ് വേണ്ടത് എന്ന് മുസ്ലിങ്ങൾക്ക് അറിയാം, അവരത് എത്തിച്ചു കൊടുത്തോളൂ.